Good afternoon. Good afternoon all. അപ്പോൾ നമ്മള് മൊഡ്യൂൾ 6 ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇത് നമ്മൾ എടുക്കാൻ പോകുന്ന യൂണിറ്റ് ചാപ്റ്റർ 8 ഹോസ്പിറ്റൽ പ്ലാനിംഗ് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ള അത്യാവശ്യം ഒരു വലിയൊരു ഓർഗനൈസേഷൻ ആണ്. ഒരു ഹോസ്പിറ്റല് കറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്യും വേണം. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഹോസ്പിറ്റൽസുകൾ പ്ലാൻ ചെയ്യാൻ. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റല് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് വേണം. അപ്പൊ എങ്ങനെയാണ് ഹോസ്പിറ്റൽ പ്ലാനുകൾ എങ്ങനെയാണ്, എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇൻട്രൊഡക്ഷനിൽ നമുക്കൊരു ഇമേജ് കാണിച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലേ ഹോസ്പിറ്റലിൽ. മൊഡ്യൂൾ നമ്മള് ഡിപ്ലോമ പഠിച്ച സമയത്ത് ആദ്യം നിങ്ങൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഓർമ്മയുണ്ടോ? ഇല്ല, ഉണ്ട്. അപ്പോൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി OPD, കാഷ്വാലിറ്റി, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, പാത്തോളജി, ഫിസിയോതെറാപ്പി, ICU, ബ്ലഡ് ബാങ്ക്, ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ പോലുള്ള ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എവിടെയുണ്ട്, നമ്മുടെ ഹോസ്പിറ്റൽസിലുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് വേണം ഒരു ഹോസ്പിറ്റലില് പ്ലാൻ ചെയ്യാനായിട്ട്, അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് ഇതിലെല്ലാം അവൈലബിലിറ്റി ഉറപ്പ് നൽകിക്കൊണ്ടായിരിക്കണം നമ്മളൊരു ഹോസ്പിറ്റൽ പ്ലാൻ എന്ത് ചെയ്യാനായിട്ട്, ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലും ഹോസ്പിറ്റൽ സർവീസുകൾ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്നാണോ ഇല്ലാന്നാണോ നിങ്ങളുടെ അഭിപ്രായം? എങ്ങനെയാണ്? എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസിലും ഹോസ്പിറ്റൽ സർവീസ് പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ടോ? ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസിലായാലും കിട്ടുന്നുണ്ടോ? ആർക്കും അഭിപ്രായമൊന്നുമില്ല. എന്നാ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നില്ല. കാരണം എന്താണ്, ഇപ്പൊ നമ്മൾ ഇന്ത്യയിലാവുമ്പോൾ നമ്മൾ വിചാരിക്കും കേരളത്തിലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹോസ്പിറ്റൽ സർവീസും കാര്യങ്ങളും ഹെൽത്ത് കെയർ സർവീസ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഹോസ്പിറ്റൽ സർവീസുകളും കാര്യങ്ങളും വളരെ പുവറാണ്. നിങ്ങൾ കേരളം ഒഴികെ ബാക്കി ഏത് സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാലും ഹെൽത്ത് കെയർ സർവീസ് നമ്മളെ പോലെ അത്രയും ആഡ്വക്കേറ്റ് അല്ല. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് പോലും പ്രൈവറ്റ് ഹോസ്പിറ്റലിനോടൊപ്പം എന്താ പറയുക കിടപിടിച്ച് നിൽക്കുന്ന പോലെ ഒരുമിച്ച് പോലെയാണ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേരളത്തില്. പുറമെയുള്ള സംസ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിരിക്കില്ല അവിടുത്തെ ഹോസ്പിറ്റൽ സർവീസും കാര്യങ്ങളും. അപ്പോ നമ്മൾ ഏതൊരു രാജ്യത്തിന് എടുത്ത് നോക്കിയാലും എല്ലായിടത്തും കറക്റ്റ് ആയിട്ട് ഈ ഹെൽത്ത് കെയർ സർവീസ് അല്ലെങ്കിൽ മെഡിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നമ്മള് കൂടുതലായിട്ടും ഹോസ്പിറ്റൽസുകൾ എവിടെയാണ് കാണുന്നത്? സിറ്റീസിലാണല്ലേ. ടൗൺസ് അല്ലെങ്കിൽ കുറച്ച് സിറ്റീസിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഹോസ്പിറ്റൽ കാര്യങ്ങൾ കാണുന്നത്. അപ്പോ അർബൻ പോപ്പുലേഷന് അതൊരു ഫേവർ ആണ്. നമ്മളിപ്പോ എറണാകുളത്തേക്ക് പോകണം സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ കാർഡിയാക്കിന്റെ ആയാലും ഏതൊരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് എറണാകുളം അല്ലെങ്കിൽ അങ്കമാലി കുറച്ച് അത്യാവശ്യം നല്ല ദൂരത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം സിറ്റീസ് കേന്ദ്രീകരിച്ചിട്ടാണ്, അല്ലെങ്കിൽ സിറ്റീസിലാണ് ഈ പറഞ്ഞിട്ടുള്ള ഭൂരിഭാഗം ഹോസ്പിറ്റൽസും സ്ഥിതി ചെയ്യുന്നത്. അപ്പോ അർബൻ ആൾക്കാർ, ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഈ ഒരു അവൈലബിലിറ്റി ഇല്ല. ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അത്രയും ദൂരം സഞ്ചരിച്ചു വേണം ട്രീറ്റ്മെന്റിന് വേണ്ടി പോകേണ്ടതായിട്ട് വരുന്നത്. സോ അതൊരു പ്രശ്നമാണ്. കറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റൽസുകൾ പ്ലാൻ ചെയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു ഡിഫിക്കൽട്ടീസ് വരുന്നത്. എന്തോരം പേഷ്യൻസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് മരണം സംഭവിച്ചിട്ടുണ്ട്. കാരണം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ടും ഒരുപാട് വ്യക്തികൾ മരണം സംഭവിച്ചിട്ടുണ്ട്. നമ്മളത് നമ്മൾ ന്യൂസിലായാലും ചിലപ്പോൾ നമ്മുടെ പരിചയത്തിലായാലും അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോ നമ്മള് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുമ്പോൾ മുതൽ അത് നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മളത് സെലക്ട് ചെയ്യണം എന്ന് പറയുന്നത്. സാധാരണ നമ്മള് ഹോസ്പിറ്റൽസ് പ്ലാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പോപ്പുലേഷന്റെ ബേസിസിലാണ് ഹോസ്പിറ്റൽസ് പ്ലാൻ ചെയ്യുന്നത്. ഒരു ആവറേജ് നാഷണൽ ബെഡ് പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1000 പോപ്പുലേഷന് 0.8 ബെഡ്സ് ആണ് പറയുന്നത്. 1000 പോപ്പുലേഷന് 0.8 ബെഡ്സ് പറയുമ്പോൾ അത് ഹൈ സിറ്റീസിലൊക്കെയാണ്, മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ ആണെങ്കിൽ 2.5 ബെഡ്സ് പെർ 1000 പോപ്പുലേഷൻ. ഒരു 1000 നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ടെങ്കിൽ 2.5 ബെഡ്സ് മതി എന്നുള്ളൊരു കാൽക്കുലേഷൻ ആണ്. മെട്രോപൊളിറ്റൻ സെന്റേഴ്സ് അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റീസ് അറിയാമോ? ഡൽഹി, മുംബൈ, കൊൽക്കത്ത ഉള്ള സിറ്റീസ്, ചെന്നൈ ഉള്ള സിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെട്രോപൊളിറ്റൻ സിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോ ഈ സിറ്റീസിൽ എങ്ങനെയാണ് കുറച്ചും കൂടി പോപ്പുലേഷന്റെ ബേസിൽ എന്താ പറയുക, ബെഡ് റേഷ്യോ എന്ന് പറയുന്നത് ബെഡ് പെർ 3700 to 14,000 പോപ്പുലേഷൻ. നമ്മൾ അവിടെ കുറച്ചും കൂടി പോപ്പുലേഷൻ ബെഡുകൾ കൂടുതലായിരിക്കും. റൂറൽ ഏരിയാസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ട്രൈബൽ ഏരിയാസിലേക്കൊക്കെ വരുമ്പോൾ ബെഡിന്റെ റേഷ്യോ കുറവാണ്. നമ്മൾ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിന്റെ എണ്ണം വളരെ കുറവാണ്. എവിടെ? റൂറൽ ആൻഡ് ട്രൈബൽ ഏരിയാസിലേക്കൊക്കെ വരുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ നമ്മൾ റൂറൽ ഏരിയാസിൽ താമസിക്കുന്ന ആൾക്കാരെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ച് നമ്മൾ അവിടെ പോയി ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് വരും. നമുക്കപ്പോൾ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ട് മാറും ഈ ട്രീറ്റ്മെന്റും കാര്യങ്ങളും. കാരണം കൂടുതലും സ്പെഷ്യലിസ്റ്റ് സർവീസ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി സർവീസുകളും കാര്യങ്ങളും അർബൻ ഏരിയാസിലാണ് കൂടുതലും എന്ത് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ അർബൻ ഏരിയാസിൽ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് സർവീസ് ഉണ്ടാവും. ചിലപ്പോ ഇപ്പോ കാർഡിയാക്കിന്റെ ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കും, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തൊട്ടടുത്ത് 2 ഉണ്ടാവും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാർഡിയാക് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് ഒത്തിരി റൂറൽ ആയിട്ട് ഏരിയയിലാണെങ്കിൽ കുറച്ചും കൂടി മറ്റുള്ളവർക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് സർവീസും കാര്യങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മെയിൻ ആയിട്ട് നമുക്ക് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ കറന്റ് സ്റ്റേറ്റ് ഓഫ് അഫേഴ്സിനെ ബാധിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ നാഷണൽ ഹെൽത്ത് പോളിസി അതിൽ തന്നെ കറക്റ്റ് ആയിട്ട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പോപ്പുലേഷന്റെ ബേസിൽ മെഡിക്കൽ കെയർ കാര്യങ്ങളും റൂറൽ ഏരിയാസിലും കൂടി ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഹോസ്പിറ്റൽസിന് കുറച്ചും കൂടി നല്ലതായിരിക്കും സർവീസ് കാര്യങ്ങൾ റെൻഡർ ചെയ്യാനും പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനും. അപ്പൊ നമ്മൾ ഹോസ്പിറ്റൽസ് പ്ലാൻ ചെയ്യുമ്പോൾ അത്യാവശ്യം റൂറൽ അർബൻ ഏരിയാസിൽ മാത്രം ഹോസ്പിറ്റൽസ് എസ്റ്റാബ്ലിഷ് ചെയ്യാതെ അത് അവൈലബിൾ ആകുന്ന രീതിയിൽ റൂറൽ ഏരിയാസിലെ പീപ്പിൾസിനും കൂടി അവൈലബിൾ ആകുന്ന രീതിയിൽ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. ആർക്ക്? റൂറൽ ഏരിയാസിലുള്ള വ്യക്തികൾക്കും കൂടി കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോ നമുക്ക് നോക്കാം. മെഡിക്കൽ കെയർ സർവീസ് is in developing countries like India are poorly organized and catered. poorly നമ്മുടെ ഇൻക്ലൂഡിംഗ് ഇന്ത്യയിൽ തന്നെ മെഡിക്കൽ കെയർ സർവീസുകൾ അത്യാവശ്യം poorly ആണ് ഓർഗനൈസ് ചെയ്യുന്നത്. അതേപോലെ അനാചാരത്വം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രോപ്പർ ആയിട്ടല്ല ഈ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമുക്ക് കാണുകയാണെങ്കിൽ. ഹോസ്പിറ്റൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ ബെഡ് ആർ ഇൻആഡ്വക്കേറ്റ് ഇൻ നമ്പർ. ഹോസ്പിറ്റൽ ബെഡ്സിന്റെ കാര്യത്തിലായാലും ഇൻആഡ്വക്കേറ്റ് ആണ്. നമുക്ക് കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഒരുപാട് പേര് ട്രീറ്റ്മെന്റ് കിട്ടാതെ മരണം സംഭവിക്കാനുള്ള മെയിൻ റീസൺ ആണ് ഇൻആഡ്വക്കേറ്റ്സി ഇൻ നമ്പർ ഓഫ് ബെഡ്. അതേപോലെ ICUവിന്റെ ഒക്കെ അഭാവം കാരണം ഒരുപാട് പേഷ്യൻസ് ട്രീറ്റ്മെന്റ് കിട്ടാതെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് ന്യൂസിലും ഒക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലെ? കേട്ടിരുന്നില്ല തോന്നുന്നു. ഒരുപാട് പേഷ്യൻസ് ട്രീറ്റ്മെന്റ് കിട്ടാതെ മരണം സംഭവിച്ച കാര്യമാണ്. മോസ്റ്റ് ഹോസ്പിറ്റൽസ് ആർ ലൊക്കേറ്റഡ് ഇൻ അർബൻ ഏരിയാസ് ഫാർ ഫ്രം കമ്മ്യൂണിറ്റി ദാറ്റ് നീഡഡ്. നമുക്കറിയാം ഭൂരിഭാഗം ഹോസ്പിറ്റൽസും അർബൻ ഏരിയാസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ റൂറൽ ഏരിയാസിൽ ഒരുപാട് ദൂരെയാണ് ഈ ഹോസ്പിറ്റൽസ് ഒക്കെ അത്യാവശ്യം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. റൂറൽ ആൻഡ് ട്രൈബൽ ഏരിയ സഫർ ഫ്രം സിവിയർ ഷോർട്ടേജ് ഓഫ് മെഡിക്കൽ ഫെസിലിറ്റീസ്. നമ്മൾ റൂറൽ ഏരിയാസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ട്രൈബൽ ഏരിയാസിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ അവർക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. അർബൻ ഏരിയ ഹാവ് overcrowded hospital and excess facility in same
പ്ലേസ്. നമ്മൾ അർബൺ ഏരിയാസ് നോക്കുകയാണെങ്കിൽ അടുത്തടുത്ത് ഹോസ്പിറ്റൽസുകൾ ഉണ്ടാവും. അപ്പൊ അവിടെ വെച്ചാൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് സർവീസ് ആണ് അവിടെ വരുന്നത്. ഒന്നിൽ കൂടുതൽ ഹോസ്പിറ്റൽസ് ഫെസിലിറ്റീസും കാര്യങ്ങളും അവിടെ കൂടുതലാണ്. The average bed population ratio in India is less than 0.8 bed per 1,000 people. Average എന്താണ് ബെഡ് പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത് 0.8 ആണ്. 1000 population 0.8 ആണ്. In case of metropolitan cities like Delhi, Mumbai, Chennai, Kolkata പോലുള്ള സിറ്റീസിലാണെങ്കിൽ അവിടെ പോപ്പുലേഷന്റെ എണ്ണം കൂടുതലാണ്. അതാണ് അവിടെ മെട്രോപൊളിറ്റൻ സിറ്റീസ് എന്ന് പറയാൻ കാരണം. 2.5 bed per 1,000 peoples. 1000 വ്യക്തികൾക്ക് 2.5 beds ആണ് പറയുന്നത്. Rural and tribal areas may have only one bed for 3,700 to 14,000 peoples. 14,000 വ്യക്തികൾക്ക് വരെ ഒരു ബെഡ്. റൂറൽ ഏരിയാസിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 14,000 പേർക്ക് ഒറ്റ ബെഡ് എന്നുള്ളൊരു എന്താണ് അലോക്കേഷൻ അവരുടെ വളരെ കുറവാണ് അല്ലെ. 14,000 പേരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ട്രീറ്റ്മെന്റിന് വേണ്ടി അത് ഒരു ബെഡ് അവൈലബിൾ ആയിട്ടുള്ളൂ. Specialist service are mostly concerned in urban area. Specialty service, cardio, heart related ആയിട്ടായാലും eye related ആയാലും ഏതൊരു സ്പെഷ്യാലിറ്റി സർവീസും എവിടെയാണ് അർബൻ ഏരിയാസിലാണ് കൂടുതലായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നത് അല്ലെ. നിങ്ങൾക്കായാലും ട്രീറ്റ്മെന്റ് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അർബൻ ഏരിയാസിലേക്ക് സിറ്റീസിലേക്ക് പോകേണ്ടതായിട്ട് വരും. റൂറൽ ഏരിയയിൽ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് അത് കണക്ട് ആവാനായിട്ട് പറ്റും. There is a duplication of service in cities. നമ്മൾ സിറ്റീസിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് സർവീസ് ആണ്. ഒന്നിൽ കൂടുതൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് അടുത്തടുത്തുണ്ടാവും. അടുത്തടുത്ത് ഒന്നിൽ കൂടുതൽ സ്പെഷ്യാലിറ്റി സർവീസ് ഉള്ള ഹോസ്പിറ്റൽസ് ഉണ്ടാവും. സെയിം അതേ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും സർവീസിന്. ലാക്ക് ഓഫ് സർവീസ് ഇൻ റൂറൽ ഏരിയ. അതേപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കെയർ സർവീസുകൾ വളരെ കുറവാണ് ഇവിടെ റൂറൽ ഏരിയാസിൽ. മെയിൻ റീസൺ ഫോർ ദ സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണ്? ആബ്സെൻസ് ഓഫ് റിയലിസ്റ്റിക് നാഷണൽ ഹെൽത്ത് പോളിസി. നമ്മളുടെ നാഷണൽ ഹെൽത്ത് പോളിസി എന്താണ് റിയലിസ്റ്റിക് ആവാത്തത് കൊണ്ടാണ്, കറക്റ്റ് ആയിട്ട് നടപ്പിലാക്കാത്തത് കൊണ്ടാണ്. അൺപ്ലാൻഡ് മെഡിക്കൽ കെയർ പ്ലാനിങ്. കറക്റ്റ് ആയിട്ട് മെഡിക്കൽ കെയർ പ്ലാൻ ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതേപോലെ തന്നെ ഇൻസഫിഷ്യന്റ് ഫണ്ട് ഫോർ ദ ഹെൽത്ത് സെക്ടർ. നമ്മളുടെ ഹെൽത്ത് സെക്ടറിന് സഫീഷ്യന്റ് ആയിട്ടുള്ള ഫണ്ട്, ബഡ്ജറ്റിൽ നിന്ന് സഫീഷ്യന്റ് ആയിട്ടുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്യാത്തതും ഇതൊരു കാരണമാണ്. ഇനി നമ്മളെ ലാസ്റ്റ് നാഷണൽ ഹെൽത്ത് പോളിസി 2002 ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് കുറച്ച് കാര്യങ്ങൾ അവർ എയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ മെയിൻ എയിം എന്ന് വെച്ചാൽ ബെഡ് പോപ്പുലേഷൻ കൂട്ടുക. പോപ്പുലേഷൻ ഇത്രയും പെട്ടെന്നായിരുന്നല്ലോ മുമ്പ്. അപ്പോൾ ബെഡ് പോപ്പുലേഷൻ കുറച്ചും കൂടി കൂട്ടുന്നത് ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലായിട്ട് റൂറൽ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാം. ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് സർവീസ് ഇൻ ഹോസ്പിറ്റൽസ്. നല്ല ക്വാളിറ്റി സർവീസും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാം. ഇതൊക്കെയാണ് നാഷണൽ ഹെൽത്ത് പോളിസി എയിം ചെയ്തത്. നമുക്ക് നോക്കാം, ഇൻട്രൊഡക്ഷനിലേക്ക് നോക്കാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? ഹോസ്പിറ്റൽ പ്ലാനിംഗ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. കേട്ടോ. ഓക്കെ കേട്ടോ, ചാപ്റ്ററിലേക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ. The picture regarding medical care service in developing countries, including India, can be described as a capitalistic. നമ്മളിപ്പോ ഏതൊരു ഡെവലപ്പിംഗ് കൺട്രീസ്, ഇന്ത്യ അടക്കമുള്ള ഡെവലപ്പിംഗ് കൺട്രീസ് നോക്കുകയാണെങ്കിൽ മെഡിക്കൽ കെയർ സർവീസ് അത്ര പ്രോപ്പർ ആയിട്ടല്ല അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹോസ്പിറ്റൽ ബെഡ്സ് ആർ ഇന്നാഡിക്വേറ്റ്. നമ്പർ ഓഫ് ഹോസ്പിറ്റൽ ബെഡ്സിന്റെ കാര്യത്തിൽ വളരെയധികം കുറവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. The hospitals are located far away from the community which needed them.
നമ്മള് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെയായിരിക്കും. റൂറൽ ഏരിയാസിലൊക്കെ താമസിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഹോസ്പിറ്റലിൽ പോയി വരാ എന്ന് പറയുന്നത് തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടാസ്ക് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. മോസ്റ്റ് ക്രൗഡഡ് ടൗൺസ് ക്രൗഡഡ് ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്. കൂടുതലായിട്ടും ഹോസ്പിറ്റൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടുതലായിട്ടും ടൗൺസിലും സിറ്റീസിലുമാണ്. ആൻഡ് ഹെവിലി ബയാസ്ഡ് ഇൻ ഫേവർ ഓഫ് അർബൻ പോപ്പുലേഷൻ. അപ്പൊ ഇത് കൂടുതലായിട്ട് ആർക്കാണ് ഫേവറബിൾ ആകുന്നത്? അർബൻ പോപ്പുലേഷൻ, സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് അവർക്ക് ഈസിലി അവൈലബിൾ ആണ് ഏത് ഈ ഹോസ്പിറ്റൽ സർവീസും കാര്യങ്ങളും. പക്ഷെ റൂറൽ ഏരിയാസിലൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ച് അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആണ്. അവിടെ എത്തിച്ചെല്ലാന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആണ്, എക്സ്പെൻസീവ് ആണ് ഈ ഒരു സർവീസും കാര്യങ്ങളും. നമുക്ക് അടുത്താണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ആസ് എ റിസൾട്ട്, although the average national bed ratio is less than 0.8 bed per 1000 population. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മള് ബെഡ് പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ 1000 പോപ്പുലേഷന് 0.8 ബെഡ് എന്നുള്ള ഒരു കണക്കാണ് ഇപ്പോ നമ്മള് നാഷണൽ ബെഡ് പോപ്പുലേഷൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് ഹൈ ആസ് 2.5 beds per 1000 population in metropolitan centers. Metropolitan cities 2.5 beds ആണ്, 1000 population 2.5 beds ആണ്. മെട്രോപൊളിറ്റൻ സിറ്റീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു, ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ പോലുള്ള സിറ്റീസിനെയാണ് നമ്മൾ കൂടുതലായിട്ട് പോപ്പുലേഷൻ കൂടുതലായിട്ടുള്ള സിറ്റീസിനെയാണ് മെട്രോപൊളിറ്റൻ സിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് ആസ് ലോ ആസ് 1 bed per, ഒറ്റ ബെഡാണ് 3700 മുതൽ 14000 വരെ പോപ്പുലേഷൻ. റൂറൽ ഏരിയ ആണെങ്കിൽ വളരെ കുറവാണ്, ഒറ്റ ബെഡായിരിക്കും 14000 പോപ്പുലേഷൻ ഉള്ള ആൾക്കാർക്ക് അത് ഒറ്റ ബെഡ് അവൈലബിലിറ്റി ഉണ്ടാവുള്ളൂ. ഇൻ റൂറൽ ആൻഡ് ട്രൈബൽ ഏരിയാസ് ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ റൂറൽ ആൻഡ് ട്രൈബൽ ഏരിയാസിലേക്ക് നോക്കുകയാണെങ്കിൽ ബെഡ് പോപ്പുലേഷൻ റേഷ്യോ വളരെ കുറവാണ്. വേർ ദർ ഇസ് ആൻ ഇനാഡ്യൂക്കേറ്റ് മെഡിക്കൽ കെയർ ഇൻ റൂറൽ ഏരിയ. നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ കെയർ, സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടോ ഉള്ള ഒരു കെയർ ഫെസിലിറ്റീസ് ഒന്നും എവിടെ ഇല്ല, റൂറൽ ഏരിയാസിലില്ല. ദർ ഈസ് ഓൾസോ സഫിഷ്യന്റ് ഓഫ് കെയർ ഇൻ സം പ്ലേസ്. ചെറിയ സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ കെയറും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സ്പെഷ്യലിസ്റ്റ് സർവീസ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ അർബൻ സെന്റേഴ്സ്. സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സർവീസുകൾ അർബൻ സെന്റേഴ്സിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, സിറ്റീസിൽ മാത്രമാണ്. ആൻഡ് ദർ ഇസ് എ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് സർവീസ് ഇൻ മെനി അതേഴ്സ്. നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഡ്യൂപ്ലിക്കേഷൻ ഓഫ് സർവീസ് നമുക്ക് കാണാൻ പറ്റും. സെയിം ടൈപ്പ് ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നിലധികം ഹോസ്പിറ്റല് ഒറ്റ സിറ്റിയിൽ തന്നെ ലൊക്കേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. There are many reasons for the current state of affairs. ഇങ്ങനെ ഹോസ്പിറ്റൽ സർവീസുകൾ ഇങ്ങനെ വരാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞത് the absence of realistic national health policy. നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് പോളിസി ഇല്ലായ്മയാണ്. മെഡിക്കൽ കെയർ പ്ലാനിങ്, പ്രോപ്പർ ആയിട്ടുള്ള അൺപ്ലാൻഡ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ ആണ്, മെഡിക്കൽ കെയർ പ്ലാനിങ് ആണ്. ആൻഡ് inadequate availability of funds for health sectors. നമുക്ക് പ്രോപ്പർ ആയിട്ട് ഫണ്ട് കിട്ടാത്തതും ഇതിനൊരു കാരണമാണ്. amongst the main reasons, ഇതെല്ലാമാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള നാഷണൽ പോളിസീസ്, പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ പ്ലാനിങ് ഇല്ലാത്തത്, inadequate availability of funds, ഇതെല്ലാം എന്തിന് കാരണമാകുന്നുണ്ട്? ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. The current national health policy document was released in 2002 with announced objectives to increase current bed population ratio. ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹെൽത്ത് പോളിസി റിലീസ് ചെയ്ത ഡോക്യുമെന്റ് റിലീസ് ചെയ്തത് 2002 മെയിൻ ഒബ്ജക്റ്റീവ്സ്, ആ ഒരു പോളിസിയിൽ പറയുന്ന ഡോക്യുമെന്റ് പറയുന്ന മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് ബെഡ് പോപ്പുലേഷൻ ഇംപ്രൂവ് ചെയ്യാം. ബെഡ് പോപ്പുലേഷൻ റേറ്റ് ഇപ്പൊ 1000 ബെഡിന് പോപ്പുലേഷൻ ബെഡ് റേറ്റ്, ബെഡുകളുടെ എണ്ണം കൂട്ടാം. ഇംപ്രൂവ് മെഡിക്കൽ കെയർ ഫെസിലിറ്റീസ് ഫോർ റൂറൽ ഏരിയ, റൂറൽ ഏരിയാസിൽ മെഡിക്കൽ കെയർ ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക. ഇംപ്രൂവ് ക്വാളിറ്റി സർവീസ് ഇൻ എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റൽ, നിലവിലുള്ള ഹോസ്പിറ്റൽസിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് മെഡിക്കൽ കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മെഡിക്കൽ കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. The policy was revised in the view of experience gained and fresh national health policy released by the government in the year 2002. അതിന്റെ ഭാഗമായിട്ടാണ് 2002
national health policy release ചെയ്തിരിക്കുന്നത്. Many of the objectives of revised policy are still abiding the health planners. അവര് എന്താണ് ആ ഒരു പോളിസി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും നടപ്പിലാക്കാനായിട്ട് എല്ലാ ഹെൽത്ത് പ്ലാനേഴ്സിനും പറ്റിയിട്ടില്ല. അതിൽ നിന്നെല്ലാം അവര് ഒഴിഞ്ഞു മാറാണ് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയുന്നത്. ഒന്ന് വായിക്കൂ ഇത്. ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും. എല്ലാവരും റീഡ് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ. ഇനി നമ്മൾ നോക്കാണ്. ഓക്കെ കേട്ടോ, നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കോ. നമ്മളിപ്പോ ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചും ഒരു മെഡിക്കൽ എന്താ പറയാ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ മെഡിക്കൽ കെയർ സിസ്റ്റം എക്സ്റ്റാബ്ലിഷ് ചെയ്യുക, ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ലേ? അത്യാവശ്യം ടൈം ആൻഡ് കോസ്റ്റ് വരുന്ന ഒരു പ്രോസസ്സാണ് എന്തൊരു ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്യാം. ഹോസ്പിറ്റൽസ് ആർ വെരി കോസ്റ്റ്ലി ടു ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ്. ഒരു ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യുക, അത് നടത്തിപ്പ് അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിഷ്യൽ കൺസ്ട്രക്ഷൻ, നമ്മളത് കൺസ്ട്രക്ട് ചെയ്യണം. എക്യുപ്മെന്റ്സ് നീഡഡ് ഹ്യൂജ് ക്യാപിറ്റൽ. നമുക്ക് എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിലും കൺസ്ട്രക്ഷൻ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. റണ്ണിങ് കോസ്റ്റ് ആർ വെരി ഹൈ. ഒരു ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ട് പോവാന്ന് പറയുമ്പോൾ ആ റണ്ണിങ് കോസ്റ്റ് ഉണ്ടല്ലോ അത് വളരെ കൂടുതലാണ്. പുവർ ആൻഡ് അൺപ്ലാൻഡ് ഡിസിഷൻസ് ആർ ഏർലി സ്റ്റേജ് ലീഡ്സ് ടു വേസ്റ്റ് ഓഫ് മണി. നമ്മള് പ്രോപ്പർ ആയിട്ട് നമ്മള് കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഫണ്ട് കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഡ്രെയിനേജ് ഓഫ് ഫണ്ട്, നമ്മളുടെ കയ്യിൽ നിന്ന് ഫണ്ട് എന്ത് ചെയ്യും,
പോകും. നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് വഴിമാറി ചെലവാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചേഞ്ചസ് ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ ഇൻക്രീസ് അൺനെസസറി കോസ്റ്റ്. നമ്മളിപ്പോ കൺസ്ട്രക്ഷൻ സമയത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തും അല്ലെ, ഇങ്ങനെയല്ല വേറെ രീതിയിൽ വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ഫണ്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് എഫക്റ്റീവ്ലി നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യണം. നമുക്ക് ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ടത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ആണ്. മോസ്റ്റ് ഓഫ് ദ ഡെവലപ്പിംഗ് കൺട്രീസ്, നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസ് നോക്കുകയാണെങ്കിൽ ഹാവ് ലിമിറ്റഡ് ഫണ്ട് ഫോർ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽസിലേക്ക് ലിമിറ്റഡ് ഫണ്ട് ഉണ്ടാവുള്ളൂ. ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സർവീസിലേക്ക് കുറവ് ഫണ്ടേ വരുള്ളൂ. സോ നമ്മൾ മെഡിക്കൽ കെയർ needs of the people are very high. നമുക്ക് ഈ മെഡിക്കൽ സർവീസ് ഒരുപാട് പേരിലേക്ക് എത്തിച്ചെല്ലുകയും വേണം. ഒത്തിരി പേര് ആവശ്യക്കാരുണ്ട്. നമുക്കറിയാലോ, ഇപ്പൊ കേരളത്തിലായാലും ഏതൊരു സംസ്ഥാനം എടുത്ത് നോക്കിയാലും നമുക്ക് ഹെൽത്ത് കെയറിലേക്ക് വരുന്ന ഫണ്ട് കുറവാണ്. പക്ഷെ നമുക്ക് ഒരുപാട് വ്യക്തികൾക്ക് ആ ഒരു ഫണ്ട് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ അവൈലബിലിറ്റി വേണം. Hospital service can be provided economically. നമ്മൾ എക്കണോമിക്കലി നമ്മൾ ആ ഹോസ്പിറ്റൽ കെയർ സർവീസ് കാര്യം പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കണം. നമ്മുടെ കയ്യിലുള്ള ഫണ്ട് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മെഡിക്കൽ സർവീസ് പീപ്പിൾസിന് കൊടുക്കണം. അതിന് മെയിൻ ആയിട്ട് വേണ്ടത് ഗുഡ് പ്ലാനിങ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യണം. പ്രോപ്പർ പ്ലാനിങ് ഇൻ ബെസ്റ്റ് യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ്. പ്രോപ്പർ ആയിട്ട് നമ്മളത് പ്ലാൻ ചെയ്ത് നമ്മുടെ കയ്യിലുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എഫക്റ്റീവ്ലി നമ്മൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. അതിലൂടെ മാത്രമാണ് നമുക്ക് ഫണ്ട്സ് കാര്യങ്ങളൊക്കെ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്ലാനിങ് ഈസ് ഇമ്പോർട്ടന്റ് ഇൻ ആദ്യം മുതൽ പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസൈൻ, ഹോസ്പിറ്റല് എങ്ങനെ ഡിസൈൻ ചെയ്യണം, അതിന്റെ കൺസ്ട്രക്ഷൻ, അതേപോലെ ഓപ്പറേഷൻസ് ഓഫ് ഹോസ്പിറ്റൽ, ഇതിലെല്ലാത്തിലും പ്ലാനിങ് ഇങ്ങനെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ പ്ലാനുകൾ നടപ്പിലാക്കാനായിട്ട്. ഓക്കെ, നോക്കാം എന്നിട്ടോ. Experience of many countries having advanced medical care system has shown that hospitals are very expensive to build. നമ്മൾ ഓരോ ഡെവലപ്പിംഗ് കൺട്രീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു മെഡിക്കൽ കെയർ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇനിഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ് ആർ ഹൈ. നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുക, എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുക, ഇതെല്ലാം ഒത്തിരി ക്യാപിറ്റൽ കൂടുതലായിട്ട് വരും. ആൻഡ് ദ കൺസ്ട്രക്ഷൻ ആൻഡ് ദ എക്യുപ്മെന്റ് കൺസ്യൂം numerous capital investment. അത്യാവശ്യം ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വേണ്ടി വരും. ബട്ട് വാട്ട് ഈസ് ദ മോർ ഇമ്പോർട്ടന്റ് ഈസ് ദാറ്റ് ആർ വെരി എക്സ്പെൻസീവ് ടു ഓപ്പറേറ്റ്. നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ക്യാപിറ്റൽ കൂടുതൽ വേണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് അത് നടത്തിക്കൊണ്ട് പോകാനായിട്ട് എക്സ്പെൻസീവ് ആണ്. ഓപ്പറേറ്റീവ് കോസ്റ്റ് വളരെ കൂടുതലാണ്. വിത്ത് ദ റണ്ണിംഗ് കോസ്റ്റ് amounting to approximately 1/3 of the initial construction cost. നമുക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നതിന്റെ 1/3 നമുക്ക് എന്തിനേക്ക് വരും, റണ്ണിംഗ് കോസ്റ്റ് ആയിട്ടാണ് നടത്തിക്കൊണ്ട് വരാനായിട്ട് ചിലവായിട്ട് വരും. ഫോർ ഈച്ച് ഇയർ ഓഫ് ഓപ്പറേഷൻ, ഓരോ വർഷവും നമുക്ക് 1/3 എക്സ്പെൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് പ്ലാനിങ്, ഇനിഷ്യൽ സ്റ്റേജ് അൺപ്രിപ്പയർഡ് ആയിട്ടുള്ള അൺപ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ആണ് ആദ്യത്തെ സ്റ്റേജിലെങ്കിൽ by inexperienced and uncommitted technical personnel. Inexperienced, uncommitted ആയിട്ടുള്ള ടെക്നിക്കൽ പേഴ്സണൽസിനെയാണ് നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഫണ്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. Inexperienced and uncommitted technical personnel result in change at construction stage, result in avoidable ഡ്രെയിനേജ് ഓഫ് ഫണ്ട്. ഒത്തിരി എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് പ്രോപ്പർ ആയിട്ട് നമ്മളത് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ. അതേപോലെ അൺഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിനെയാണ് നമ്മളത് അസൈൻ ചെയ്തിരിക്കുന്നത്. വിത്ത് ദ എക്സ്പെക്ടേഷൻ ഓഫ് സം പ്രൈവറ്റ് ഹോസ്പിറ്റൽ built for privileged people where money is not a restricting factor, adequate financial resource of the hospital are not available in most developing countries. Even though medical care are
നീഡഡ് യൂണിറ്റ്സ്. നമുക്ക് നമ്പർ ഓഫ് മെഡിക്കൽ കെയറിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ പോലും ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റൽസുകൾ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇല്ലാത്തത് കാരണം ഈ ഒരു ഹ്യൂജ് ക്യാപിറ്റലിന്റെ ഒക്കെ പ്രശ്നം തന്നെയാണ്. എസെൻഷ്യൽ ഹോസ്പിറ്റൽ സർവീസ് റിക്വയർഡ് ഫോർ ദ കമ്മ്യൂണിറ്റി. നമുക്ക് അറിയാം നമ്മുടെ സമൂഹത്തിന് നല്ല ഒരു ഹോസ്പിറ്റൽ സർവീസ് വേണം. ക്യാൻ ബി മെറ്റ് മോസ്റ്റ് എക്കണോമിക്കലി. നമുക്കത് നല്ല എക്കണോമിക്കലി നമുക്കത് നടപ്പിലാക്കാനായിട്ട് അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓൺലി വിത്ത് ആഡ്വക്കേറ്റ് തോട്ട് ഗിവൻ ടു. നമ്മളത് ആദ്യം മുതൽ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. പ്ലാനിങ്, ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ മുതൽ നമ്മൾക്ക് പ്രോപ്പർ ആയിട്ട് എക്കണോമിക്കലി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, അതിന്റെ നടത്തിപ്പിലും നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഈവൻ ദ ഫിനാൻഷ്യൽ റിസോഴ്സ് ആർ ആഡിക്കേറ്റ്. നമ്മുടെ കയ്യിൽ ഫണ്ട്സ് അല്ലെങ്കിൽ മണി അല്ലെങ്കിൽ ക്യാപിറ്റൽ കുറവാണെങ്കിൽ പോലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് മോസ്റ്റ് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ആ ഒരു കാര്യം ആ ഒരു ഹെൽത്ത് കെയർ സർവീസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. Even where the financial services are adequate, best use of resource will only be made when sufficient thought is given to planning. നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ബെസ്റ്റ് ആയിട്ട് നമ്മുടെ റിസോഴ്സ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ഹോസ്പിറ്റൽസിന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ഹോസ്പിറ്റൽസ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇനിഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ് വളരെ ഹൈ ആണ്. കൺസ്ട്രക്ഷൻ ആവട്ടെ, എക്യുപ്മെന്റ്സ് കൺസ്യൂം ചെയ്യുന്നതിനൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ട് വരും. അത് മാത്രമല്ല നമുക്ക് നടത്തിപ്പിന്റെ റണ്ണിങ് കോസ്റ്റ് നമുക്ക് കൂടുതലാണ്. ഇനിഷ്യൽ കൺസ്ട്രക്ഷൻ വരുന്ന 1/3 ഓഫ് കോസ്റ്റ് നമുക്ക് ഓരോ വർഷവും റണ്ണിങ് കോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അൺപ്ലാൻഡ് ആയിട്ട് നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് ഫണ്ടും കാര്യങ്ങളും പോവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫണ്ടും കാര്യങ്ങളും യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നല്ല കറക്റ്റ് പ്ലാനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഹോസ്പിറ്റല് എന്ത് ചെയ്യണം, ഇനിഷ്യൽ സ്റ്റേജസിൽ മുതൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വരെ അത് ഫോളോ ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. കറക്റ്റ് ആയിട്ട് അത് റണ്ണിങ്ങിന്റെ സമയത്ത്, നടത്തിപ്പ് സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഫണ്ടും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത 2 പാരഗ്രാഫ്.
എല്ലാവരും റീഡ് ചെയ്തോ? നോക്കാം. നമ്മള് ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഇൻ ഹോസ്പിറ്റൽ പ്ലാനിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ പ്രൊവൈഡ് എസെൻഷ്യൽ സർവീസ് ടു ദ കമ്മ്യൂണിറ്റി. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് എസെൻഷ്യൽ ആയിട്ടുള്ള സർവീസുകൾ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ പ്ലാനിങ് ഷുഡ് ബി ഫോളോ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ്. നമ്മൾ ഹോസ്പിറ്റൽസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് അനുസരിച്ച് വേണം നമ്മൾ ഹോസ്പിറ്റൽസ് നടപ്പിലാക്കാൻ, ഹോസ്പിറ്റലുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. ദീസ് പ്രിൻസിപ്പിൾ അപ്ലൈ. നമ്മൾ ഈ പ്രിൻസിപ്പിൾസ് 3 ലെവലിൽ അപ്ലൈ ചെയ്യണം. ഇപ്പൊ നാഷണൽ ലെവലിലായാലും സ്റ്റേറ്റ് ലെവലിലായാലും ഇൻഡിവിജ്വൽ ഹോസ്പിറ്റൽ ലെവലിലായാലും ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. The principle were developed many years ago. ഒരുപാട് ഇയേഴ്സ് എഗോ ആണ് ഈ പറഞ്ഞിട്ടുള്ള ഗൈഡിങ് പ്രിൻസിപ്പിൾസ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സ്റ്റിൽ യൂസ്ഫുൾ. ഇന്നും അത് യൂസ്ഫുൾ ആണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് അത് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നോക്കാം. ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഇൻ പ്ലാനിങ്. A hospital is responsible to render an essential service. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സർവീസ് പ്രൊവൈഡ് ചെയ്തൊരു പ്ലേസ് ആണ് ഹോസ്പിറ്റൽ. ഇൻ ഫുൾഫില്ലിംഗ് ദിസ് റെസ്പോൺസിബിലിറ്റി, ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽ പ്ലാനിങ് ഷുഡ് ബി ഗൈഡഡ് ബൈ സർട്ടൻ യൂണിവേഴ്സലി അക്നോളജ്ഡ് പ്രിൻസിപ്പിൾസ്. നമ്മൾ ഈ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, ഫുൾഫിൽ ചെയ്യുമ്പോൾ യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദാറ്റ് ആർ യൂസ്ഫുൾ in representative of the level of planning. നമ്മള് ലെവൽ ഓഫ് പ്ലാനിങ് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നാഷണൽ ലെവലിലായാലും സ്റ്റേറ്റ് ലെവലായാലും ഇൻഡിവിജ്വൽ ഹോസ്പിറ്റൽ ലെവലായാലും ഈ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. whether at national level, state level or individual level. These principles are developed and have relevance. ഈ പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിട്ടും ഇതിന് നല്ല റെലവൻസ് യൂസ്ഫുൾനെസ്സും ഉണ്ട്. These principles were developed and have relevance and usefulness to as they were over 5 decades ago. ഒരുപാട് നാളുകൾക്ക് മുമ്പ്, എന്താ പറയുന്നത്, എനിക്ക് മുമ്പേ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ആണ്. ഇത് നല്ല രീതിയിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റൽസ് കെയർ സർവീസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി പേഷ്യന്റ് കെയർ ഓഫ് ഹൈ ക്വാളിറ്റി. നമ്മൾ ഹോസ്പിറ്റൽസ് അഡോപ്റ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള പോളിസി ആണ് ഹോസ്പിറ്റൽ ഷുഡ് എയിംസ് ടു പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി പേഷ്യന്റ് സർവീസ്. നമ്മൾ പേഷ്യൻസിന് ഹൈ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കണം. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ, നമുക്ക് ഈ ഒരു ഹൈ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രൂ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങിലൂടെ മാത്രമേ, നമുക്ക് പ്രോപ്പർ ആയിട്ട് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു ഹൈ ക്വാളിറ്റി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആഡ്വക്കേറ്റ് ടെക്നിക്കൽ എക്യുപ്മെന്റ്സ്, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ടെക്നിക്കൽ എക്യുപ്മെന്റ്സും കാര്യങ്ങളും വേണം. ആൻഡ് ഫെസിലിറ്റീസ് ഷുഡ് ബി പ്രൊവൈഡഡ്, കറക്റ്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസും വേണം. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഹോസ്പിറ്റൽസിന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ ഇതിൽ നമ്മൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് അതിന്റെ ഡ്യൂട്ടീസും ഡിവിഷൻസും ഉത്തരവാദിത്തങ്ങളും റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. പ്രോപ്പർ ആയിട്ട് അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തം, ഓരോ ഹോസ്പിറ്റൽ ഫംഗ്ഷനും അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റി ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. റെഗുലർ റിവ്യൂ ഓഫ് ക്വാളിറ്റി ഓഫ് കെയർ, നമ്മൾ റിവ്യൂ എടുക്കും അല്ലെ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റി കെയറിനെ കുറിച്ചിട്ട് നമ്മൾ റിവ്യൂ കെയർ എടുക്കണം. ഡോക്ടേഴ്സ്, നഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ്സിന്റെ അടുത്ത് നമ്മൾ റിവ്യൂ കണ്ടിന്യൂസ് ആയിട്ട് റിവ്യൂ കളക്ട് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ വരുത്തി കുറച്ചും കൂടി ഇംപ്രൂവ് ആയിട്ട് നല്ലൊരു സർവീസ് കാര്യങ്ങളും ഹോസ്പിറ്റൽ വഴി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ patient care of high quality ആണ് പറഞ്ഞത്. Patient care of a high quality should be achieved by hospital through adopting following measures. താഴെ പറയുന്ന മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ഹൈ ക്വാളിറ്റി കെയർ ഹോസ്പിറ്റൽസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ദ പ്രൊവിഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ടെക്നിക്കൽ എക്യുപ്മെന്റ്സ്, നമ്മുടെ ഹോസ്പിറ്റലിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ എക്യുപ്മെന്റ്സ് വേണം. ആൻഡ്
facilities necessary to support the hospital objectives. കറക്റ്റ് ആയിട്ട് ഫെസിലിറ്റീസും കാര്യങ്ങളും വേണം നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ലക്ഷ്യങ്ങൾ എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള ഗുഡ് ക്വാളിറ്റി കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷനിൽ കറക്റ്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും വേണം. An organizational structure that assigns the responsibility appropriately and required accountability for various functions within the organization. നമ്മുടെ ഓർഗനൈസേഷനിലെ ഓരോ ടാസ്കും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അവർ അസൈൻ ചെയ്ത് കൊടുക്കണം. അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസിന് നമ്മൾ കറക്റ്റ് ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം. അതേപോലെ ഓരോ വ്യക്തിയും ആ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് ഉത്തരവാദിത്തം കറക്റ്റ് ആയിട്ട് അവർ എന്ത് വർക്കാണ് ചെയ്യുന്നത്, അവർക്ക് ഏത് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഒരു കണ്ടിന്യൂസ് റിവ്യൂ നമ്മൾ കളക്ട് ചെയ്യണം. നമ്മുടെ കെയർ പ്രൊവൈഡേഴ്സ്, ഫിസിഷ്യൻസ്, നേഴ്സിംഗ് സ്റ്റാഫ്, പാരാമെഡിക്കൽ പേഴ്സണൽസിന്റെ എന്തായാലും നമ്മളൊരു കണ്ടിന്യൂസ് റിവ്യൂ നമ്മൾ കളക്ട് ചെയ്യണം. അതിൽ റിവ്യൂ കളക്ട് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ക്വാളിറ്റി സർവീസുകൾ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് പറ്റണം. A continuous review of adequacy of care provided by the physician, nursing staff, paramedical personnel, and of adequacy with which is supported by other hospital activities. നമ്മൾ ഈ ഒരു റിവ്യൂ ഓഫ് കെയർ കാര്യങ്ങളും കളക്ട് ചെയ്യണം. അതനുസരിച്ച് കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് സർവീസ് കാര്യങ്ങളും നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും വേണം. നമ്മൾ പറഞ്ഞത് ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആണ്. ഒരുപാട് വർഷങ്ങളായിട്ട് നമുക്ക് ഹോസ്പിറ്റൽസുകളിൽ ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതനുസരിച്ച് വേണം നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഓരോ കാര്യങ്ങളും പ്ലാനും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. എല്ലാ ലെവൽസ്, നാഷണൽ, സ്റ്റേറ്റ്, ഹോസ്പിറ്റൽ ലെവൽസിലാവട്ടെ, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഹോസ്പിറ്റൽസ് എസെൻഷ്യൽ സർവീസ് റെൻഡർ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതേപോലെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി സർവീസ്, കെയർ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. ആൻഡ് പേഷ്യന്റ് കെയർ ഓഫ് ഹോസ്പിറ്റൽ ഹൈ ക്വാളിറ്റി വായിക്കട്ടെ. Read it നോക്കിയോ?
ഓക്കെ, നമുക്ക് നോക്കാം. എഫക്റ്റീവ് കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ നോക്കാം. എഫക്റ്റീവ് കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ നമ്മള് നല്ല രീതിയിൽ നമ്മുടെ സൊസൈറ്റിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓറിയന്റേഷനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുണ്ട്. ഗവേണിംഗ് ബോഡി വിത്ത് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആൻഡ് ഗുഡ് ലീഡർഷിപ്പ്. നമുക്ക് അറിയാം ഒരുപാട് ഇഷ്യൂസ് അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു നല്ലൊരു ഗുഡ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടത് നല്ലതാണ്. നമുക്ക് നോക്കാം കേട്ടോ. Effective community orientation should be achieved by the hospital through adopting the following methods. താഴെ പറയുന്ന മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നല്ലൊരു എഫക്റ്റീവ് കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. A governing body made up of persons who have demonstrated concern for the community and leadership ability. നമ്മളൊരു ഗവേണിംഗ് ബോർഡ് മെയ്ഡ് ചെയ്യുന്ന അതിലെ പേഴ്സൺസ് അവരുടെ കമ്മ്യൂണിറ്റിയോടുള്ള കൺസേൺസ്, കമ്മ്യൂണിറ്റിയോടുള്ള ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അതേപോലെ നമ്മള് സൊസൈറ്റി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ടാവും, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ അത് സോൾവ് ചെയ്യാനായിട്ട് അവർ മുൻകൈ എടുക്കേണ്ടതാണ്. Policy that assure the availability of the service to all the peoples in the hospital service areas. നമ്മള് പോളിസീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ വ്യക്തികൾക്കും ഈ ഹോസ്പിറ്റൽസിന്റെ സർവീസ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മുടെ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഹോസ്പിറ്റൽ ഇൻവോൾവ്മെന്റ് ഇൻ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ടു ഡെലിവർ പ്രിവെന്റീവ് കെയർ. നമുക്കറിയാം അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെന്റീവ് കെയറും കാര്യങ്ങളും ഡെലിവർ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഇൻവോൾവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിറ്റി പ്രോഗ്രാംസുകളിൽ പ്രിവെന്റീവ് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ പബ്ലിക്കിന് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. A public information program that keeps the community identify the hospital goals, objectives and plans. ഹോസ്പിറ്റൽസിന്റെ ഗോൾസ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു പബ്ലിക് ഇൻഫർമേഷൻ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു ഓറിയന്റേഷൻ കിട്ടും. എന്നുവെച്ചാൽ നമ്മളിപ്പോ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് ഒരു ചെറിയ ഭയം ഉണ്ടാവില്ല മനസ്സിൽ. ആ ഒരു ഭയം മാറി അതും ഒരു നല്ലൊരു ഏരിയ ആണ്. ഹെൽത്ത് സർവീസ് കാര്യങ്ങളും ഇങ്ങനെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ടുള്ള ക്യാമ്പയിനുകൾ അല്ലെങ്കിൽ ക്യാമ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ കുറച്ചും കൂടി സൊസൈറ്റിയിലേക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് ഹോസ്പിറ്റൽസിന് ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റും. എക്കണോമിക് അവൈലബിലിറ്റി എന്ന് പറയുന്നത് സൗണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വിത്ത് ഗുഡ് ക്വാളിറ്റി കെയർ. ഓക്കെ, ഗവേണിംഗ് ബോഡി മെയ്ഡ്. ഒരു ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കുറച്ച് പീപ്പിൾസിനെ ഒരുമിച്ച് ഒരു ചെറിയ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. അവര് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ട സർവീസ് കാര്യങ്ങളൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ സർവീസുകൾ നമ്മള് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാലോ എപ്പിഡമിക്സ് പോലുള്ള കാര്യങ്ങൾ വരില്ലേ, ഇപ്പൊ കൊറോണ കോവിഡ് ഒക്കെ പോലത്തെ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് അത് സോൾവ് ഔട്ട് ചെയ്യുന്നത്, ആ സമയത്ത് നമ്മൾ എന്തെല്ലാം പ്രിപ്പറേഷൻസ് ആണ് എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഹോസ്പിറ്റൽസിൽ നിന്നുള്ള അല്ലെങ്കിൽ ഡോക്ടർമാരുടെ കൺസേൺസും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് അറിയിച്ചു തോന്നുന്നുണ്ടോ? അപ്പൊ പബ്ലിക്കോ പ്രൈവറ്റ് ഹോസ്പിറ്റലിനോ എന്നുള്ള വേർതിരിവൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഡോക്ടേഴ്സ് കാര്യങ്ങൾ, നമുക്ക് വേണ്ട സർവീസുകൾ, അതേപോലെ തന്നെ ട്രീറ്റ്മെന്റിന്റെ രീതി, നമ്മൾ എടുക്കേണ്ട കെയർ എങ്ങനെയാണ്, പ്രിക്കോഷൻസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളും ഡെമോൺസ്ട്രേറ്റ് ഒക്കെ ചെയ്ത് തന്നത് ഓർമ്മയുണ്ടോ ആ സമയത്ത്? നമ്മള് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യണം, അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ സ്റ്റേജസ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഓൺലൈൻ ആയാലും അല്ലെങ്കിൽ TV ന്യൂസിലൂടെ ആയാലും നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ തന്നില്ലേ. അതേപോലെ തന്നെ ഒരു ലീഡർഷിപ്പ് എബിലിറ്റി നമ്മുടെ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. റീഡ് ചെയ്ത് നോക്കിട്ട് എഫക്റ്റീവ് കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കി.
റീഡ് ചെയ്തോ നിങ്ങൾ എല്ലാവരും? എക്കണോമിക് അവൈലബിലിറ്റി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ. Thank you.